പണ്ടുകാലത്ത് സംഭവിച്ച കാലത്തിൻ്റെ ഒഴുക്കിനെ തന്നെ മാറ്റിമറിച്ച സംഭവങ്ങളെയാണ് പുരാണം, ഇതിഹാസം, ചരിത്രം എന്ന പേരുകളിൽ രചിക്കാറുള്ളത്. ഇവയ്ക്കെല്ലാം ഒരു ആരംഭവും കാലചക്രത്തെ തിരുത്തിയെഴുതിയ അവസാനവുമുണ്ടായിരുന്നു. എന്നാൽ ഒരു ആരംഭം ഉണ്ടാവുകയും ഒടുക്കമില്ലാതെ അവസാനിക്കുകയും ചെയ്താൽ ഏതു പുരാണത്തിലും ചരിത്രത്തിലും അവ രേഖപ്പെടുത്താറില്ല. ഒന്നില്ലെങ്കിൽ പ്രകൃതി അതിനൊരു അവസാനം സമ്മാനിക്കും, അല്ലെങ്കിൽ ആ ചരിത്രം ആരംഭിച്ചവർ തന്നെ അതിലൂടെ വീണ്ടും ജീവിക്കേണ്ടതായി വരും. പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകൂ എന്ന് വർഷങ്ങളായി അവനോട് പറയുന്നു. ഇതുവരെ അനുസരിച്ചിട്ടില്ല. സേനകൾക്കും സേവകർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവസാനം കൊട്ടാരത്തിൽ നിന്ന് അവനെ പൊന്നുപോലെ പരിപാലിക്കുന്നവർ തന്നെ അന്വേഷിക്കേണ്ടി വന്നു. 24 പേരടങ്ങുന്ന ഒരു കൂട്ടമായി പലയിടത്തും അന്വേഷിച്ചു. അവനെ കാണുന്നില്ല. ആഗ്നേയത്തിൻ്റെ സുപ്രധാനമായ ഒരു മുഹൂർത്തമാണിന്ന്. അന്ന് തന്നെ ഇങ്ങനെ. കൊട്ടാരത്തിൽ കണ്ടില്ലെങ്കിൽ പിന്നെ അവൻ എവിടെയായിരിക്കുമെന്ന് ആ കൂട്ടത്തിലെ 4 പേർക്കറിയാം. കുട്ടിക്കാലം മുതൽ അവൻ്റെ ഒപ്പം വളർന്നവർ, അവൻ്റെ ഓരോ തുടിപ്പും അറിയുന്നവർ. അവർ ഉടനെ വനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും തണുപ്പേറിയ കുളത്തിലേക്ക് ചെന്നു. അവരുടെ ഊഹം കൃത്യമായിരുന്നു. അവൻ അവിടെയുണ്ട്, ആഗ്നേയത്തിൻ്റെ അടുത്ത അധിപതി. ആ 4 പേരും ആദ്യോടൊപ്പം ആഗ്നേയത്തിലേക്ക് പ്രവേശിച്ചു. ആരുടെയും കൺകുളിർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അവിടെയുള്ള കുമാരികൾക്ക് കുളിർമ മാത്രമല്ല, അടക്കാനാവാത്ത പ്രണയവും അവനോടുണ്ട്. എന്നാൽ അടുത്തുപോയി പറയാൻ മാത്രമുള്ള ധൈര്യം ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്രമേണ ആഗ്നേയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ അവർ എത്തിച്ചേർന്നു. ആഗ്നേയത്തിൻ്റെ കാവലാളികളായ സൈനികർ അവരുടെ യുവരാജാവിനെ വീര്യത്തോടെ വാളുകൾ ആകാശത്ത് ഉയർത്തിക്കൊണ്ട് വരവേറ്റു. കവാടവാതിൽ കടന്ന് വസ്ത്രം മാറി കൊട്ടാരത്തിൻ്റെ ഉള്ളിലൂടെ അവനും ആ 4 പേരും നടന്നു നീങ്ങി. അവരെക്കാളും ഉത്സാഹത്തിൽ മറ്റൊരാൾ അവനെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ട്. ആദ്യ എന്ന ശിവചൈതന്യത്തിന് ജന്മം നൽകിയ ആഗ്നേയത്തിൻ്റെ രാജകുമാരി, ആഗ്നേയത്തിൻ്റെ ഹൃദയമിടിപ്പ്, മാതാ ലളിതാംബികാദേവി. നീ വന്നോ? ആഗ്നേയം മുഴുവനും അന്വേഷണത്തിലായിരുന്നു. ഇപ്രാവശ്യം നീ എവിടെയാണ് ഒളിച്ചത്? അതീവ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ദേവി ചോദിച്ചു. വനത്തിൽ, അല്ലെങ്കിൽ സൈന്യം എന്നും വരുന്ന പോലെ വന്ന് ശല്യപ്പെടുത്തുവേനെ, ആദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ വാക്കുകൾ ദേവിയെയും ചിരിപ്പിച്ചു. മാതാവിൻ്റെയും പുത്രൻ്റെയും ശബ്ദം കേട്ട് അവിടേക്ക് സച്ചിദാനന്ദൻ വരവായി. കൗമാരത്തിൽ ഇരുവരുടെയും പ്രണയം എത്രത്തോളം ദിവ്യമായിരുന്നോ അതേ ദിവ്യതയാണ് ഇപ്പോഴും ദേവിക്കും അദ്ദേഹത്തിനുമുള്ളത്. അദ്ദേഹത്തെ ദേവി എപ്പോൾ കണ്ടാലും വീണ്ടും പ്രണയത്തിലാവുന്ന അനുഭൂതിയാണ് രണ്ടാൾക്കും ഉണ്ടാവുക. നിന്നെ വനത്തിൽ നിന്നും കണ്ടെടുത്തു എന്നാണല്ലോ നാം കേട്ടത്, അദ്ദേഹം തമാശയോടെ പറഞ്ഞു. മാതാവിനോടുള്ള ആത്മബന്ധമാണ് ആദിക്ക് പിതാവിനോടും. 2 പേരും ഒന്നിച്ചാൽ 2 കൗമാരക്കാരായ കുട്ടികൾ ഒന്നിച്ച പോലെയാണ് മറ്റുള്ളവർക്ക് തോന്നുക. അത്രയും ഒരുമ. ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യം നിനക്കറിയില്ലേ? പോകൂ, വേഗം പോയി തയ്യാറായി വരൂ, ഞങ്ങൾ അവിടെ ഉണ്ടാക്കും. ഉടനെ വരാം പിതാവേ. എല്ലാ വർഷവും ആഗ്നേയത്തിൽ ഒരു ഉത്സവം നടക്കാറുണ്ട്. പലവിധ ആയോധന കലകൾ അഭ്യസിച്ച യോദ്ധാക്കൾ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ദിവസം. ആഗ്നേയത്തിൻ്റെ പേര് മിക്ക രാജ്യങ്ങളിലും പടർന്നതുകൊണ്ട് അവിടെ നിന്നുള്ള പ്രധാനികളും രാജാക്കന്മാരും രാജ്ഞികളും ഈ ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ഒരു ശംഖുനാദം അവിടെ ഉയർന്നു. മഹാരാജാവ് സച്ചിദാനന്ദൻ സഭയിലേക്ക് ആഗമിച്ചു. രാജാക്കന്മാരും പ്രധാന വ്യക്തികളും അദ്ദേഹത്തെ മുട്ടുകുത്തി നിന്ന് വന്ദിച്ചു. ശേഷം മറ്റൊരു ശംഖുനാദമുയർന്നു. അവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും കവാടത്തിൽ മുട്ടുകുത്തി നിന്നു. ശംഖുനാദത്തിന് പിന്നാലെ ഒരു ശബ്ദം
ആ കൊട്ടാരത്തിൽ മുഴങ്ങി. ആഗ്നേയ സാമ്രാജ്യത്തിൻ്റെ മഹാരാജ്ഞി മാതാ ലളിതാംബിക ദേവി ആഗമിക്കുന്നു. ആ ഒരു പേര് തന്നെ ധാരാളമായിരുന്നു. അവിടെയുള്ളവരുടെ നെഞ്ചിടിപ്പ് കൂടി, ശരീരം വിറയ്ക്കാൻ ആരംഭിച്ചു. ഇത്രകാലം പേരുകൊണ്ട് മാത്രം അറിയപ്പെട്ട ദേവി ഇതാ അവരുടെ മുൻപിൽ ഗാംഭീര്യത്തോടെ പ്രവേശിച്ചിരിക്കുന്നു. രാജാക്കന്മാരും വലിയ സാമ്രാജ്യങ്ങളുടെ രാജ്ഞികളും തലകുനിച്ച് ദേവിയുടെ മുൻപിൽ നിന്നു. ഇവർ എത്രയോ രാജ്യങ്ങളെ പിടിച്ചടക്കിയവരായിരിക്കാം, എത്രയോ സമ്പാദ്യവും അഭിമാനവുമുള്ളവരായിരിക്കാം. പക്ഷേ അതൊന്നും ആഗ്നേയത്തിൻ്റെ 1% പോലും വരില്ല. അവിടെയുള്ളവരുടെ മുഴുവൻ സാമ്രാജ്യവും ഇല്ലാതാക്കാൻ ദേവിയുടെ ഒരു ആജ്ഞ മാത്രം മതിയാകും. അതുകൊണ്ട് ആഗ്നേയത്തെ അനുസരിച്ച് അവിടെയുള്ള പാരമ്പര്യത്തിന് ശീലമുണ്ട്. പ്രഖ്യാപനം ആരംഭിച്ചു. യോദ്ധാക്കൾ അരങ്ങിൽ പ്രവേശിച്ചു. വില്ലാളി വീരന്മാർ 2 ദിശകളിൽ തയ്യാറായി നിന്നു. ഉറക്കെ ഒരു മണിനാദത്തിൻ്റെ മുഴക്കത്തോടെ 2 കൂട്ടരും തമ്മിൽ അമ്പുകളെയ്യാൻ തുടങ്ങി. ആഗ്നേയത്തിലെ വീരന്മാരുടെ സാമർത്ഥ്യം അവിടെയുള്ളവർക്കും പ്രത്യക്ഷത്തിൽ കാണാമായിരുന്നു. എയ്ത് ഒരമ്പ് പോലും എതിർവശത്തെ ആരിലും പതിച്ചില്ല. പകരം അമ്പുകൾ തമ്മിൽ ഇടിച്ച് വീഴുകയായിരുന്നു. ഒരേ സമയം ശക്തിയും അസാമാന്യ വേഗവും ആവശ്യമുള്ള പദശനം. ശേഷം ആഗ്നേയത്തിലെ യോഗാചാര്യന്മാർ അവരുടെ ദിവ്യാസ്ത്രങ്ങൾ ആകാശത്തേക്ക് തൊടുത്തു. ഭീകര ശബ്ദത്തോടെ 8 ദിശയിലേക്ക് അഗ്നിഗോളങ്ങൾ മഴ പോലെ പെയ്യാൻ തുടങ്ങി. അതിനുശേഷം വാൾപയറ്റായിരുന്നു. അവിടെയും ആഗ്നേയത്തിൻ്റെ ആയോധന പ്രദർശനം മഹാ അത്ഭുതം തന്നെ. ഈ കാഴ്ചകൾ കാണാൻ അവിടുത്തെ ജനങ്ങൾക്കും അവസരമൊരുക്കിയിരുന്നു. അവരുടെ രാജ്യത്തിലെ യോദ്ധാക്കന്മാരെ കണ്ട് കോരിത്തരിച്ചു നിന്നു. എല്ലാവരും കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് കറുത്ത നീണ്ട വസ്ത്രമണിഞ്ഞ് കറുത്ത കുതിരപ്പുറത്തിരുന്ന് 100 കണക്കിന് ആളുകൾ പ്രവേശിച്ചു. അവർ ഉടൻ ഒരു സിംഹത്തിൻ്റെ മുഖരൂപത്തിൽ സ്ഥാനമുറപ്പിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് ജനങ്ങൾക്കും അതിഥികൾക്കും ഒട്ടും മനസ്സിലായില്ല. ആ സിംഹരൂപത്തിലേക്ക് കളത്തിന് മുകളിൽ നിന്ന് വാളുകളും കുന്തങ്ങളും മറ്റ് ആയുധങ്ങളും അതിവേഗത്തിൽ ഭടന്മാർ എറിയാൻ തുടങ്ങി. ഇത് കണ്ട ഉടൻ ആ സിംഹരൂപത്തിൻ്റെ അറ്റത്തുള്ളവർ കൃത്യമായി സ്ഥാനം പിടിച്ച് അതിനെ തടഞ്ഞു. ശേഷം വാളുകളേന്തി യോദ്ധാക്കൾ രൂപത്തിന് നേർക്ക് കുതിച്ചു. അവിടെയുള്ള ആരും ഇതുവരെ കാണാത്ത വേഗത്തിൽ സിംഹരൂപം മുന്നോട്ട് നീങ്ങുകയും വാളുകളായി വന്നവരെ മൂടുകയും ചെയ്തു. ഒരാൾക്ക് പോലും ആ രൂപത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. ആഗ്നേയത്തിലെ സാക്ഷികൾ വീണ്ടും അത്ഭുതത്തിൽ നീരാടി. ഇത് കണ്ടുനിന്ന യോഗാചാര്യന്മാർ ഒരുമിച്ച് അനേകം ദിവ്യാസ്ത്രങ്ങൾ രൂപത്തിന് നേർക്ക് അവസാനത്തെ രക്ഷയ്ക്കായി എയ്തുവിട്ടു. അസ്ത്രങ്ങൾ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ 1000 സൂര്യൻ്റെ തേജസ്സിൽ രൂപത്തിന് നേർക്ക് വേഗത്തിൽ പാഞ്ഞു. രൂപത്തിലുള്ളവരുടെ അന്ത്യം തന്നെ സംഭവിക്കുമെന്ന് കാണികളും ഉറപ്പിച്ചു.